ഹലോ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജോൺ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2022-23 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് 10ഓളം ലെസൺസ് പഠിക്കാനുണ്ട്. ആ ലെസൺസിലുള്ള ഏതൊരാളുടെ ക്യാരക്ടർ സ്കെച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 2022-23 വന്ന ക്വസ്റ്റ്യൻ ആണ് എങ്കിലും ഞാൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് തന്നെ വന്നാലോ അല്ലേ. അപ്പൊ ഏതായാലും the ups and downs in the life of Mr. John in the anecdote, the best investment I ever made, instilled in him a desire to work for the delinquent youths. Prepare the character sketch of John എന്ന് പറഞ്ഞു. സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജോൺ എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടാ വന്നേ. എന്താ ദ അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ദ ലൈഫ് ഓഫ് മിസ്റ്റർ ജോൺ ഇൻ ദ അനക്ഡോട്ട് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ആ ഒരു സ്റ്റോറിയിൽ മിസ്റ്റർ ജോണിന്റെ ലൈഫിൽ ഉണ്ടായ അപ്സ് ആൻഡ് ഡൗൺസ് എന്തിന് കാരണമായി? Instilled in him a desire to work for the delinquent youth. ഡെലിൻക്വന്റ് യൂത്തിന് വേണ്ടിയിട്ട് തന്റെ ലൈഫ് മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് അതൊരു പ്രേരണയായി എന്നുള്ളതാണ്. ഡെലിൻക്വന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിംഗ് ദ ടെൻഡൻസി ടു കമ്മിറ്റ് ക്രൈംസ് എന്ന് പറയാം അല്ലെ. എന്തൊക്കെയോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരണയുള്ള അത്തരക്കാരായിട്ടുള്ള ആളുകളെ, അതായത് മെന്റലി കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള, ഇമോഷണലി കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള, ഡെലിൻക്വന്റ് ആയിട്ടുള്ള, മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തന്റെ ലൈഫിലെ ഒരു പ്രധാന പങ്ക്, ലയൺ ഷെയർ മാറ്റിവെക്കാൻ ജോൺ തീരുമാനിക്കുകയാണ്. അങ്ങനെയുള്ള ജോണിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിരുന്നു 2022-23 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് when we write a character sketch you have to focus certain things. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, ശ്രദ്ധിച്ചേ പറ്റൂ. എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ? ഒന്ന്, ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞ ആളുടെ റോളും അദ്ദേഹത്തിന്റെ പ്രാധാന്യവും, ആ തന്നിരിക്കുന്ന കഥയിൽ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്, അദ്ദേഹത്തിന്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വ്യക്തമായിട്ട് പറയാൻ സാധിക്കണം. അതുപോലെ ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ഫിസിക് ആൻഡ് അപ്പിയറൻസ്. ആ തന്നിരിക്കുന്ന ക്യാരക്ടറിന്റെ കുറച്ച് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ സ്റ്റോറിയിൽ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിർബന്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെൻഷൻ ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഇവിടെ മിസ്റ്റർ ജോണിന്റെ കേസിലാണെങ്കിൽ തന്നെ ചാപ്റ്ററിലെ രണ്ടാമത്തെ പാരഗ്രാഫ് കംപ്ലീറ്റ് എന്താ മക്കളെ? യെസ്, മിസ്റ്റർ ജോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് അല്ലെ. സോബർ ടൈ, റിംലെസ് സ്പെക്ടക്കിൾ, അതുപോലെ തന്നെ അറൗണ്ട് ഷോർട്ട് ഹൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 40 years, അറൗണ്ട് 40 years ഓൾഡ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത്. റിസർവ്ഡ് ക്യാരക്ടർ ആണെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു മറ്റുള്ള ബ്ലൂ ഐഡ് ആണെന്ന് പറയുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞു പോകുന്നതും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സെക്കൻഡ് പാരഗ്രാഫ് നന്നായിട്ട് നോക്കുക. അതുപോലെ ഡിസ്ക്രൈബ് ദ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ലൈക്ക് മാനേഴ്സ്, ബിഹേവിയർ എക്സെട്ര. അദ്ദേഹത്തിന്റെ ട്രെയ്റ്റ്സ്, ക്വാളിറ്റീസ് ലൈക്ക് മാനേഴ്സ് ആൻഡ് ബിഹേവിയർ, പെരുമാറ്റവും പെരുമാറ്റ രീതിയും ഒക്കെ എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മെൻഷൻ ചെയ്യാൻ പറ്റണം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ ക്യാരക്ടേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടേഴ്സ്. മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ട് ഇദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ് എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെന്റൻസ് ബൈ സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എ ഗുഡ് ക്യാരക്ടർ സ്കെച്ച്. നമുക്ക് എന്ത് കിട്ടും, നല്ലൊരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ ലെറ്റ് മീ ഷോ യു എ മോഡൽ ഓഫ് ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ജോൺ. മിസ്റ്റർ ജോണിന്റെ ക്യാരക്ടർ സ്കെച്ചിന്റെ ഒരു മോഡൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രസന്റ് ചെയ്യാം. ജസ്റ്റ് ഒരു മോഡൽ, ഒരു സ്മോൾ ക്യാരക്ടർ സ്കെച്ച് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അധികം വലിച്ചു നീട്ടലുകളും കാര്യങ്ങളൊന്നുമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞു ക്യാരക്ടർ സ്കെച്ച് ഞാനൊന്ന് കാണിക്കാം. നോക്കിക്കേ. മിസ്റ്റർ ജോൺ, എ കീ ഫിഗർ ഇൻ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, plays an important role alongside Dr. A.J. Cronin. Mr. John എന്ന് പറയുന്ന he is a key figure, he is a very prominent figure in the lesson the best investment I ever made. Inverted comma ഇട്ട് കൊടുക്കുക, അപ്പോൾ ഒരു ഭംഗിയാവും. Okay, the best investment I ever made എന്ന് പറയുന്ന ആ ലെസണിലെ ഒരു കീ ഫിഗർ ആണ്, പ്രോമിനന്റ് ഫിഗർ ആണ് ആരെന്ന് പറയുന്നത്, മിസ്റ്റർ ജോൺ. ആരെ പോലെ? റോൾ അലോങ്സൈഡ് ഡോക്ടർ എ ജെ ക്രോണിൻ. നമ്മുടെ നരേറ്റർ ആയിട്ടുള്ള ഡോക്ടർ എ ജെ ക്രോണിനോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആരുടേത്, മിസ്റ്റർ ജോണിൻ്റെത്. In his early 40s, he is of modest height with a fair complexion and clear blue eyes that reflect his strength through life struggles. അപ്പോൾ in his early 40s, അദ്ദേഹത്തിന് 40 വയസ്സാണ് ഇപ്പം നിലവിൽ അദ്ദേഹത്തിന്റെ പ്രായം. And he is the modest height. ഒരുപാട് ഹൈറ്റ് ഉള്ള ഒരാളൊന്നുമല്ല, ഒരു ഉയരം പാകത്തിന്, ഒരു ഷോർട്ട് പേഴ്സൺ ആണ്.
ആൻഡ് വിത്ത് എ ഫെയർ കംപ്ലക്ഷൻ, നല്ലൊരു ഫെയർ കംപ്ലക്ഷൻ, ഗുഡ് അപ്പിയറൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്, നല്ല നീല നിറത്തിലെ കണ്ണുകളാണ് അദ്ദേഹത്തിനുള്ളത്. ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത് എന്താണ്? ഹിസ് സ്ട്രെങ്ത് ത്രൂ ലൈഫ് സ്ട്രഗിൾസ് എന്ന് പറഞ്ഞൊരു സെന്റൻസിന് ആഡ് ചെയ്തിട്ടുണ്ട്. തന്റെ കഷ്ടപ്പാടുകളിലൂടെ വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു ഊർജമാണ് ഇതെല്ലാം കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. Dressed in a dark suit, tie and rimless glasses, his reserved manner suggests a difficult past. അദ്ദേഹത്തിന്റെ ഡാർക്ക് സ്യൂട്ടും ടൈയും റിംലെസ് ഗ്ലാസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റിസർവ്ഡ് മാനർ, ഒരു ഒതുങ്ങിയ ടൈപ്പാണ്, അധികം സംസാരിക്കുന്ന ഒരു പ്രകൃതി അല്ല മിസ്റ്റർ ജോണിന്. ഇതെല്ലാം സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? എ ഡിഫിക്കൽട്ട് പാസ്റ്റ്. അദ്ദേഹം എന്തോ ഒരു ഡിഫിക്കൽട്ടീസിലൂടെ, ചലഞ്ചസിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ കടന്നു പോയൊരു വ്യക്തിയാണ് എന്നത് കാണിക്കുന്നു. Orphaned early, he faced a troubled youth filled with mistakes, including financial troubles and a near suicide attempt. അദ്ദേഹം orphaned early, വളരെ ചെറുപ്പത്തിൽ തന്നെ ഓർഫൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ he faced a troubled youth, വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു യൂത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ലൈഫ് പോയിട്ടുണ്ടായിരുന്നത്. ഫിൽഡ് വിത്ത് മിസ്റ്റേക്സ്, അതിലുണ്ടായിരുന്ന അദ്ദേഹം വെക്കുന്ന ഓരോ ചുവടും എന്തായിരുന്നു? മിസ്റ്റേക്കുകളായിരുന്നു. ഇൻക്ലൂഡിങ് ഫൈനാൻഷ്യൽ ട്രബിൾസ് ആൻഡ് നിയർലി സൂയിസൈഡ് അറ്റംപ്റ്റ്. അങ്ങനെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് എന്തിലേക്ക് നയിക്കുന്നു? സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് വരെ ശ്രമിക്കുന്നതാണ് ആ കഥയിൽ പറഞ്ഞത്. അത് അതുപോലെ എഴുതി വെച്ചു. However, his life changed for the better 25 years ago. അങ്ങനെ 25 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന്റെ ലൈഫിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. Now as a solicitor and a director of a charity, he is dedicated to helping others. ഇന്ന് അദ്ദേഹം എന്താണ്? ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു സൊളിസിറ്റർ ആണ്, ഒരു ലോയർ ആണ്. അതോടൊപ്പം തന്നെ he is the director of a charitable organization. ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ, ആർക്ക് വേണ്ടിയിട്ടുള്ള? യൂത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടറും കൂടിയാണ് ഈ ഒരു 25 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ ആര്? മിസ്റ്റർ ജോൺ എന്നും അവിടെ നമ്മൾ മെൻഷൻ ചെയ്തു. His reunion with Dr. Cronin during a voyage highlights his modesty and the triumph of his personal transformation. അങ്ങനെ നാളുകൾക്ക് ശേഷം, 25 വർഷങ്ങൾക്ക് ശേഷം തന്റെ ലൈഫ് സേവിയർ ആയിട്ടുള്ള ആരെ കാണുന്നു? ഡോക്ടർ AJ ക്രോണിനെ അദ്ദേഹം കാണുന്നു. അത് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു മാന്യതയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ട്രയംഫ് ഓഫ് ഹിസ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൽ വലിയൊരു മാറ്റം വന്നു. ആ മാറ്റത്തിൽ ഉണ്ടായ ട്രയംഫ്, ആ ഒരു വിജയം അദ്ദേഹത്തിന്റെ മുഖത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. Mr. John's story reminds us that even in dark times one can find hope and change for the better. അപ്പോൾ മിസ്റ്റർ ജോണിന്റെ സ്റ്റോറി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈവൻ ഇൻ ഡാർക്ക് ടൈംസ്, നമ്മൾ എത്ര കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും there will be a hope and change for the better. ഒരു നമുക്ക് മാറാനുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അതിൻ്റെതായുള്ള ഒരു ലൈറ്റ് അവിടെ ഉണ്ട്. അത് കണ്ടെത്തിയാൽ we can change for the better. കൂടുതൽ മെച്ചപ്പെടുത്താനും ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കാനും നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും എന്നുള്ളൊരു ഒരു മെസ്സേജ് ആണ് ആരുടെ ക്യാരക്ടർ? മിസ്റ്റർ ജോണിന്റെ ക്യാരക്ടർ എന്നും ഞാനിവിടെ മെൻഷൻ ചെയ്തു. അതായത് ഒരു അത്യാവശ്യം നീണ്ടു പരന്ന് കിടക്കുന്ന ഒരു ക്യാരക്ടർ സ്കെച്ചിനെ ഞാൻ ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അടിച്ചു പരത്തി ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ആ സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്ന ദിവസത്തെ കുറിച്ചോ അല്ലെങ്കിൽ AJ ക്രോണിനും ലാൻഡ് ലേഡിയും സർജന്റ് ഓഫ് പോലീസ് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചതിനെ കുറിച്ചോ ഒന്നും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് ഡോക്ടർ AJ ക്രോണിനെ 25 ഇയേഴ്സിന് ശേഷം കണ്ടതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. That means it's just a model for you. അല്ലെ, നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് വേണം, അതിൻ്റെ ഒരു മോഡൽ കാണണം എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച് ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. സോ ഇൻ ദിസ് വീഡിയോ വി ജസ്റ്റ് ലുക്ക്ഡ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ജോൺ. മിസ്റ്റർ ജോൺ എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ, ആ ഒരു കീ ഫിഗർ ആയിട്ടുള്ള ക്യാരക്ടറിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എന്ത് ചെയ്തത്? നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലത്തെ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.